ശ്രീ എ ജി ജോർജ്, നോക്കൂ, ഈ വീണ ഹവാലക്കാരിയോ എന്ന ചോദ്യം ആണ് നമ്മൾ ഉന്നയിക്കുന്നത്. നോക്കൂ, ദുബായിലേക്ക് കടത്തിയിരിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നൽകിയത് ആർക്ക് എന്നുള്ള ചോദ്യം, അതിന് മറുപടി വന്നിട്ടില്ല. 20 കോടിയുടെ ഇടപാടുകളുടെ വിവരങ്ങൾ ഈ റെയ്ഡിൽ കണ്ടെടുത്ത ഡയറിയിൽ ഉണ്ട്, വീണയുടെ ഡയറിയിൽ. നേരത്തെ നമ്മൾ ശശിധരൻ കർത്തയുടെ ഡയറിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഡയറി കൂടി, വീണയുടെ ഡയറിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അതിൽ 20 കോടിയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നതായി പറയുന്നു. അപ്പോൾ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായ വീണ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ജോലിയൊന്നും അവർ ചെയ്യുന്നില്ല എന്നാണ് ഇ ഡി തന്നെ പറയുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഇത്ര കോടികളുടെ ഈ വരുമാനം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും, പലതരത്തിലുള്ള അവിഹിതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ തർക്കത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നമ്മള് എല്ലാ മാധ്യമങ്ങളും, അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം CPM നൽകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ നീലിമ പറഞ്ഞ കാര്യത്തിന് ഉപരിയായി മറ്റു ചില സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. ഇവിടെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ രേഖയാണ് എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട ഡോക്ടർ GV ഹരി ഇവിടെ നേരത്തെ വായിച്ച ഒരു രേഖ എന്ന് പറയുന്നത്. അതായത് 24 മണിക്കൂറിന് മുൻപ് ഈ ED പുറപ്പെടുവിച്ച ഒരു പ്രസ് റിലീസാണ്. സാധാരണയായി ഒരു അന്വേഷണ ഏജൻസി ഒരു പ്രസ് റിലീസ് കൊടുക്കുന്ന ഒരു പതിവ് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അവർ നേരെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുക, നിയമപരമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ അക്കമിട്ടുകൊണ്ട് 1, 2, 3 എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ഈ രേഖയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നീലിമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു പ്രാദേശിക വിഷയമായിട്ടാണല്ലോ 2 വർഷം മുൻപ് ഇത് തുടങ്ങിയത്. ഒരു കരിമണൽ വ്യവസായിയും നമ്മുടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ എന്ന രീതിയിൽ വളരെ ലളിതമായ ഒരു വിഷയം എന്ന മട്ടിലാണ് നമ്മൾ ഈ വിഷയം ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത്. അതിനകത്ത് അന്വേഷണം നടത്തിയത് തന്നെ താരതമ്യേന വലിയ പ്രാധാന്യമുള്ള ഏജൻസികളല്ല. ഒന്ന്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന SFIO എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി. ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി. അപ്പോഴാണല്ലോ 2.78 കോടി രൂപ യാതൊരു സേവനവും നൽകാതെ വീണ വിജയൻ ഈ കരിമണൽ കർത്തായിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നത് കണ്ടെത്തിയത്. അതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം വന്നപ്പോഴൊന്നും കാര്യമായ രീതിയിൽ വീണയ്ക്ക് പ്രതിരോധിക്കാനായി സാധിച്ചില്ല. അവർ നന്നായി ശ്രമിച്ചു, സോഫ്റ്റ്വെയർ സേവനങ്ങൾ കൊടുത്താണ് പ്രതിഫലം കിട്ടിയെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആർക്കും അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയത്തക്ക രീതിയിൽ അവർക്കത് സമർത്ഥിക്കാനായി സാധിച്ചില്ല. അപ്പോൾ തന്നെ സംശയത്തിന്റെ മുൾമുന അവരുടെ നേരെ ചൂണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു സേവനവും പറ്റാതെ 2.78 കോടി രൂപ ഒരു സാധാരണ സംരംഭകയായ അവർക്ക് എങ്ങനെ കൊടുത്തു എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള വളരെ ദുരൂഹമായ ചില സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ വീണ വിജയന് 2.78 കോടി രൂപ കൊടുത്തത്? അവിടെ കർത്തായുമായുള്ള സംഭാഷണത്തിൽ കർത്തായെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയിൽ നിന്നൊക്കെ പറയാതെ പറഞ്ഞു പോയി വളരെ വ്യക്തമായി ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ പണം കൊടുത്തത് എന്ന് സമ്മതിക്കേണ്ടതായി പരോക്ഷമായി വന്ന ഒരു സാഹചര്യവും നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ഇതിന്റെ നാൾവഴിയിലേക്ക് ഓടിച്ചു പോവുകയാണ്, ഞാൻ വിസ്തരിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ തന്നെ സംശയം ആരംഭിച്ചിരിക്കുന്നു. 2.78 കോടി രൂപ നേരായ മാർഗത്തിലൂടെ അല്ല ഈ വീണ തായ്ക്കണ്ടി വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായി SFIOയും ഇൻകം ടാക്സിനും ഒന്നും ക്രിമിനൽ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥയില്ല, അധികാരമില്ല. അവർ പരമാവധി ചെയ്യുന്നത് പെനാൽറ്റി അടിക്കുക, അങ്ങനെ ആ കേസ് സെറ്റിൽ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഇവർക്കൊന്നും മറ്റ് അധികാരങ്ങളില്ല സാധാരണ രീതിയിൽ. എന്നാൽ ഇപ്പോൾ നീലിമ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു?
ഇപ്പോൾ ഈ പറയുന്ന 2.78 കോടിയൊക്കെ കഴിഞ്ഞ് 20 കോടിയിൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 85 ലക്ഷം രൂപ നേരത്തെ ഒക്കെ പറഞ്ഞത് ചില സാമ്പത്തിക തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ നമ്മളെ എല്ലാവരെയും എൻ്റെ കൂടെ ഇരിക്കുന്നവരെയും നീലിമയെയും ഭയപ്പെടുത്തുന്ന ഹവാല എന്ന ഒരു പദത്തിലേക്ക് മാറിയിരിക്കുന്നു. അതൊരു ചില്ലറ കാര്യമാണോ? ദേശീയ അന്തർദേശീയ കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും വിവക്ഷിക്കുന്നതായിട്ടുള്ള ചട്ടരഹിതമായ സാമ്പത്തിക ഇടപാടുകൾ, ദുരൂഹമായ ഇടപാടുകൾ, രാജ്യത്തിന്റെ സുരക്ഷയെ പോലും സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതിൻ്റെതായ പരോക്ഷമായ സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 20 കോടി എങ്ങനെ വന്നിരിക്കുന്നു? ഈ 85 ലക്ഷം, നീലിമ തന്നെ പറഞ്ഞല്ലോ, ഈ 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൊടുത്തതിന്റെ യാതൊരു വിധമായിട്ടുള്ള രേഖകളും കണ്ടെത്തിയിട്ടില്ല. ഇത് ആർക്ക് കൊടുത്തു? ഈ കൊടുത്ത ആളുകൾ എങ്ങനെയാണ് ഇത് കൊടുത്തതിന്റെ സോഴ്സ് എവിടെയാണ്? അത് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചു? നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലേ. അതോടൊപ്പം തന്നെയല്ലേ ഇവിടെ ആരും പരാമർശിക്കാതെ പോയത്, ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഒരു 2 നില കെട്ടിടത്തിന്റെ ഒരറ്റത്തെ മുറിയിൽ പോയി ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്ഥാപിച്ചതായി രേഖകൾ ഉണ്ടാക്കി ആ മുറിയുടെ മുമ്പിൽ ഒരു വെള്ളക്കടലാസിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് എഴുതി ഒട്ടിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു GST നമ്പറും കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എന്തൊരു ഭയങ്കരമായ ആസൂത്രണമാണ് നീലിമ ഇതിന്റെ പിന്നിൽ. അപ്പോൾ അതിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണല്ലോ ഈ വീണ തായ്ക്കണ്ടിന്റെ ഭർത്താവ് മുൻമന്ത്രിയായ മുഹമ്മദ് നിയാസിന്റെ റോൾ ഇതിനകത്ത് വന്നത്. അപ്പോൾ അവിടെ എന്താ കണ്ടെത്തിയത്? അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ ക്രൂരമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഹീനമായ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണല്ലോ. വ്യാജ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ ഉപയോഗിക്കാതെ റൗട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റിലൂടെ ഇടപാടുകൾ നടത്തുന്നു. ഞാനൊക്കെ തുടക്കത്തിൽ നീലിമ വിനയത്തോടുകൂടി പറയട്ടെ, ഈ പറയുന്ന വീണ എന്ന് പറയുന്നത് വളരെ നിർദോഷിയായ ഒരു സംരംഭക എന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് BTech പാസ്സായ ഉടനെ തന്നെ ബാംഗ്ലൂരിൽ പോയി എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങി. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ അവരെ കുറിച്ച് മനസ്സിലാക്കിയത് വലിയ കാര്യങ്ങളൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച്, ഒരു സ്ഥാപനം എങ്ങനെ നടത്തുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും വലിയതായിട്ടുള്ള പരിജ്ഞാനമുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചായിരിക്കാം. അത് പോകട്ടെ, അത് അവരുടെ സ്വന്തം കാര്യം. എന്നാൽ അതെന്തിനായിരുന്നു? അതിനെ തുടർന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ സംഭവ പരമ്പരകൾ ആക്ഷരികമായി എല്ലാവരെയും ഞെട്ടിക്കുന്നതല്ലേ. അപ്പോൾ വ്യാജ സിം കാർഡ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നു, ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതിന്റെ പേരിൽ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, അതുപോലെ തന്നെ ഏതോ ദുരൂഹമായ മാർഗങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നു. നീലിമ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഒന്നാം ഭാഗത്ത് നിന്ന് മാറാം. ഇത് സാധാരണ രീതിയിലുള്ള കുറ്റപട്ടികങ്ങളിലൊന്നും നിൽക്കുന്നതല്ല എന്ന് ഞാൻ പറയട്ടെ. ഇതിനകത്ത് PMLA എന്ന് പറയുന്ന ഒരു ആക്ട് നിർബന്ധമായി ഇതിനകത്ത് ഉൾപ്പെടേണ്ടതായിട്ട് വരും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നിയമം. അതുപോലെ FEMA എന്ന് പറയുന്ന നിയമം ബാധകമാകും. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മണി ആക്ട് എന്ന് പറയുന്ന FEMA ഉണ്ട്. അത് റിസർവ് ബാങ്കിന്റെ അനുവാദമില്ലാതെ വിദേശ രാജ്യത്തേക്ക് പണം അയക്കാൻ പാടില്ല. FERA വരും, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. അങ്ങനെ FEMA, FERA, അതുപോലെ തന്നെ ED, CBI, അതുപോലെ റിസർവ് ബാങ്ക് തുടങ്ങിയ നിരവധി ദേശീയ പ്രാധാന്യമുള്ള ഏജൻസികളെ ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ കേസിന്റെ മാനം ഇന്ന് വർദ്ധിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടതായ കാര്യം. ഗൗരവതരമായ ഒരു സാഹചര്യമാണ് ശ്രീ AV ജോർജ് ചൂണ്ടിക്കാണിച്ചത്.